നമസ്കാരം. അപ്പം ടെസ്ല ഇന്ത്യയിൽ വരുന്നുണ്ട്. ടെസ്ല എല്ലാവർക്കും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരൻ്റെ കാർ കമ്പനിയാണ്. വേറെ ആരുമല്ല, ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഫുൾ ഇലക്ട്രിക് വാഹനമാണ്. അതിപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ഒരു 5 കൊല്ലോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അഞ്ചല്ല, എനിക്ക് തോന്നുന്നു ഒരു 5-10 കൊല്ലത്തിനുള്ളിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ നഗരത്തിലും ഒരു 60% അല്ലെങ്കിൽ ഒരു 70% വാഹനങ്ങളും ഇലക്ട്രിക് ആവാൻ പോവാണ്. കാരണം പൊല്യൂഷൻ ഇല്ല. നമ്മുടെ എണ്ണ, നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് നിന്ന് ക്രൂഡ് ഓയിൽ, എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കാം. അതുപോലെ തന്നെ മറ്റ് പ്രകൃതിയായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒത്തിരി പ്രയോജനമുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ നമ്മുടെ ഇന്ത്യയിൽ വരുന്നതിൽ. പ്രധാനമായിട്ടും നമ്മുടെ ഈ ഡൽഹിയിൽ എന്ന് പറയുന്ന സംസ്ഥാനത്തൊക്കെ എന്ന് പറഞ്ഞാൽ 10 വർഷം വരെ ഒരു വണ്ടി ഉപയോഗിക്കാൻ പറ്റൂ. പിന്നെ അത് ഒരു വിധത്തിലും നമുക്ക് ടെസ്റ്റ് നടത്തിപ്പോലും, അല്ലെങ്കിൽ അത് ക്ലിയറായിട്ട് നമ്മൾ അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്തിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ 10 കൊല്ലം ഉപയോഗിക്കാം. കാരണം അത്രയ്ക്കും പൊല്യൂഷൻ ഉള്ളൊരു സിറ്റിയാണ് ഡൽഹി. ഡൽഹിയിൽ ഭയങ്കര ഫോഗ്, സ്മോഗ് എല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും പുകകൾ കാരണം കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഡൽഹി. അപ്പം പറഞ്ഞു വന്നത്, ഇലക്ട്രിക് വെഹിക്കിൾ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 5 കൊല്ലത്തിനുള്ളിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും ഇലക്ട്രിക് വെഹിക്കിളാവും. കാരണം ഇലക്ട്രിക് വെഹിക്കിളിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊല്യൂഷനും ഇല്ല. അത് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു നെഗറ്റീവ്സ് എല്ലാത്തിനും ഉണ്ട്. അത് നമുക്കൊരു ഹിൽ ഏരിയയിലൊക്കെ പോയി നല്ല കയറ്റത്തൊന്നും കൊണ്ടുവച്ച് കയറ്റാൻ പറ്റില്ല. ഒരു സ്കൂട്ടറൊക്കെ ആണെങ്കിൽ പോലും അത് അത്രയും കയറ്റം കയറില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു അത്യാവശ്യം ഘട്ടത്തിന് ഒരു ഇത്ര ദൂരത്ത് പോയിട്ട് തിരിച്ചു വരാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാ ഏരിയയിലും ഒരുപോലെ ആവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിളാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ത്യയിൽ ടെസ്ല കമ്പനിയുടെ ടെസ്ല കാറുകൾ ഇന്ത്യയിൽ വരാൻ പോകുന്നു എന്നല്ല, മഹാരാഷ്ട്രയിൽ മുംബൈയിൽ അതിൻ്റെ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്. ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ടെസ്ല കാറുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര 400-300 കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുന്ന കാർ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സഡൻ എക്സലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പറക്കുന്ന കാറുകൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഇന്ത്യയിൽ അത് അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാറിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 35 ലക്ഷമാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേന് അത് 70 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടീസാണ്. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് ഇവിടെ വന്ന് ഫാക്ടറി തുടങ്ങി ഇവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് പറയുന്നത്. അത് എന്തായാലും നിലവിൽ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ അതിൻ്റെ അനുസരിച്ചുള്ള 100% ഇമ്പോർട്ട് ഡ്യൂട്ടീസാണ് വാങ്ങുന്നത്. അത് സ്വാഭാവികം. പിന്നെ ഒരു കാര്യമുണ്ട്, 70 ലക്ഷം എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു നമ്മുടെ മറ്റ് കാറുകൾ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ദുബായിലൊക്കെ ഓരോ കാറിൻ്റെ ഡിഫൻഡറിൻ്റെ ഒക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ലക്ഷമാണ്. നമ്മുടെ ഇന്ത്യയിൽ 1 കോടിക്ക് മുകളിൽ വരും, 1.5 കോടിക്ക് മുകളിൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ടെസ്ലയുടെ കാറിന് ഇന്ത്യയിൽ 70 ലക്ഷമേ ഉള്ളെന്ന് പറയുമ്പോൾ അത് ഭയങ്കര എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 35 ലക്ഷമാണ് അവരുടെ അമേരിക്കയിലെ റേറ്റ്. അതായത് അവിടുത്തെ ഡോളറിനെ ഇന്ത്യയുമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 35 ലക്ഷമാണ്. അപ്പോൾ അതിന് ഏകദേശം ഒരു ഇരട്ടി പൈസയാണ് നമ്മുടെ ഇന്ത്യയിൽ അതിനാവുന്നുണ്ട്. നമ്മൾ ഒരു 35 ലക്ഷം രൂപ അധികമാണ് കൊടുക്കുന്നത് ടെസ്ല കാറിൻ്റെ അമേരിക്കൻ വിലയുടെ അനുസരിച്ച്. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഇനി 70 ലക്ഷമൊന്നും ഒരു വിഷയമല്ല. ഇവിടെ റോൾസ് റോയ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ, പിന്നെ ഇതൊന്നും വലിയ സംഭവമല്ല. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാറിന് നമ്മൾ ഈ ചൈനയിലെ കാണുന്ന പോലെ നമ്മൾ ആൾ കയറി ഇരുന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആക്കി കഴിഞ്ഞാൽ തന്നെ ഇത് ഓടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിപ്പം ഇന്ത്യയിൽ അലൗഡല്ല, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അത് അലൗഡ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് പറ്റത്തില്ല. ഭാവിയിൽ ഇന്ത്യൻ ഗവൺമെൻറ് അത് അലൗഡ് ആക്കുകയാണെങ്കിൽ ഈ കാറിനകത്ത് ഇവർ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരാമെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം ഒരു 6 ലക്ഷം രൂപ എക്സ്ട്രാ ആവും. മൊത്തം ഒരു ബേസിക് പ്രൈസിനാണെങ്കിൽ 78 ലക്ഷം രൂപയാണ് ഈ നിലവിൽ. അതുകൂടെ ചേർത്താണെങ്കിൽ 78 ലക്ഷം രൂപയോളം ടെസ്ല കാറിൻ്റെ ബേസിക് പ്രൈസാണ് ഇന്ത്യയിൽ നമ്മളിപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അല്ലാതെ ഒരു നോർമൽ കാർ എടുക്കുന്നതിന് ഏകദേശം ഇതൊന്നും കൊടുക്കാതെ എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു 70 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. ഇതാണിപ്പോൾ ടെസ്ല കാർ ഇന്ത്യയിലേക്ക് നൽകിയിരിക്കുന്നത്. ഓൺലൈനായിട്ട് നമുക്കിപ്പം ബുക്കൊക്കെ ചെയ്യാം. കാരണം ഒറ്റ ഷോറൂം ആണെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അവർ നൽകുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങി അത് നിർമ്മിക്കുകയല്ല, ചൈനയിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഏകദേശം 8000 പീസസാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ് നൽകുന്ന നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ കമ്പനികൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. മറ്റു രാജ്യത്തു നിന്ന് ഇവിടെ വന്ന് കാറുകൾ വിറ്റിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ എക്കണോമി അവർ കൊണ്ടുപോവാണ്. നമുക്ക് യാതൊരുവിധ പ്രയോജനവും ഇല്ല. ഇവിടുത്തെ ടാറ്റ, മഹേന്ദ്ര പോലുള്ള കമ്പനികൾക്ക് അത് അടിയും ആവുന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മുടെ ഗവൺമെൻറ് ആയാലും നമ്മൾ ജനങ്ങളാണെങ്കിലും നമ്മൾ ഏറ്റവും പ്രധാനം കൊടുക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ടാരിഫ്
ഇന്ത്യ വാങ്ങുന്നത്. അപ്പോൾ എടുക്കാനുള്ള ആൾക്കാർ പണം ഒരു വിഷയമല്ല, അവരെന്തായാലും എടുത്തിരിക്കും. പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ടെസ്ല എന്ന് പറയുന്നൊരു കമ്പനിയുടെ വണ്ടികൾ നമ്മുടെ ഇന്ത്യയിൽ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം എന്തൊക്കെയായാലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പൈസ എക്സ്ട്രാ കൊടുക്കുന്നത് നോക്കണ്ട. അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ 70 ലക്ഷത്തിന് കിട്ടുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പം പണമുള്ളവരെടുക്കുക, അല്ലാത്തവർ അവരുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ചുള്ള വണ്ടികൾ വാങ്ങുക.